മുടി വെട്ടിയതിൻ്റെ ഒരു അഭാരമുള്ള ഭയങ്കര കഥയുണ്ട് ശരിയമ്മ. വെട്ടിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് കേൾക്കാനുള്ള എല്ലാ തെറിയും കൂടെ അച്ഛൻ്റെ വന്ന് കേട്ടിട്ടുണ്ട്. ഇനി അച്ഛമ്മയുടെ വന്ന് കേൾക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഗൈസ്. എൻ്റെ മുടി വെട്ടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വീട്ടുകാർ സമ്മതിക്കാഞ്ഞുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ അവർ സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാനങ്ങ് കടയിൽ കയറി വെട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയതായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ട് വെട്ടിയതിനാണ് എനിക്ക് നല്ലോണമൊക്കെ കിട്ടിയത്, പക്ഷെ പുറമെ വെട്ടിയതൊന്നും പറഞ്ഞില്ല. ഫ്രണ്ട് കിട്ടിയത് നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെത്താനെ വളർന്നു വരുമെന്ന് എനിക്കറിയാം, എന്നാലും വേണ്ടിയില്ല, നല്ല വഴക്കൊക്കെ കിട്ടി. അത് പിന്നെ നമ്മൾ എടുത്ത് കളഞ്ഞു ഗൈസ്. കുഴപ്പമൊന്നുമില്ല, തന്നെത്താനെ വളർന്നോളൂ, മുടിയല്ലേ. ഞാൻ അതിനെ വലിയ കാര്യമൊന്നും ആക്കിയില്ല. പിന്നെ സാരിയില്ല ഗൈസ്, അങ്ങനെ ഇത് വളർന്ന് നല്ല സെറ്റായിട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഫ്രണ്ട് വെട്ടണമെന്ന് അത്ര ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു, എന്നാലും എനിക്ക് മുടി ഷോർട്ടാക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ മുടി ഷോർട്ടാക്കാൻ പറ്റാഞ്ഞോണ്ട് ഞാൻ ചെന്നാൽ പിന്നെ ഫ്രണ്ട് ശകലൊന്ന് വെട്ടിയേക്കാം, അപ്പോൾ പിന്നെ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ച് കിട്ടിക്കൊള്ളുക. പിന്നെ മുടി എൻ്റെ തന്നെത്താനെ വളരില്ല, എന്ത് പറഞ്ഞാലും ഇല്ലെന്ന് എനിക്കും അറിയാം ഗൈസ്. അത് വലിയ കാര്യമൊന്നും ആക്കിയില്ല. ഈ അപരാധം ഇതായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ പഴയ മുടി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു.